ഓം ശ്രീ ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗര്യയജ്ഞത്തിന്റെ 263 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി വായിക്കുന്നതും പിന്നെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതും ശ്രീമതി പത്മിനി മഞ്ചേരിയാണ്. നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ പ്രേമസായി കാസർഗോഡാണ്. ഞാൻ തന്നെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഓങ്കാരവും ഭഗവാന്റെ ഗായത്രിയും പറഞ്ഞു കഴിഞ്ഞാൽ പത്മിനി വീഡിയോ ഓൺ ചെയ്ത് വായിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. സായിരാം. ഓ ഓം സാईश्वराय വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സാईश्वराय വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സാईश्वराय വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം. പത്മിനി ഓൺ ചെയ്തിട്ട് തുടങ്ങിക്കോളൂ. വീഡിയോ ഓൺ ചെയ്തോളൂ. സായിരാം. സായിരാം. 1973 സെപ്റ്റംബർ മാസത്തെ സനാതന സാരഥിയിൽ സ്വാമി എഴുതിയ സുഹൃത്തുക്കൾ എന്ന സന്ദേശമാണ് ഞാനിവിടെ വായിക്കുന്നത്. നൈമിഷികമായ ഈ ലോക ജീവിതത്തിൽ സന്തോഷ സന്താപങ്ങളിലൂടെ ക്ലേശിച്ചു നീങ്ങുന്ന മനുഷ്യനെ തന്റെ മനോവികാരങ്ങൾ അറിയിക്കുന്നതിനും തന്റെ കണ്ടെത്തലുകളും ക്ലേശങ്ങളും ആനന്ദ നിമിഷങ്ങളും സന്താപ നിമിഷങ്ങളും പങ്കുവെക്കുന്നതിനും ആരെങ്കിലും ഒരാൾ അത്യന്താപേക്ഷിതമാണ്. സത്യത്തിന്റെയും ശാന്തിയുടെയും പരുക്കൻ പാതയിലൂടെ നീങ്ങുമ്പോൾ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ട പ്രോത്സാഹനവും ആവേശവും അരുളാൻ അയാൾ അരികിലുണ്ടായിരിക്കണം. ആരാണ് യഥാർത്ഥ സുഹൃത്ത്? ആരാണ് കപട സുഹൃത്ത്? ഇന്ന് മനസ്സിലാക്കുന്ന വിധമുള്ള സൗഹൃദവും സുഹൃത്തും ഉത്തമ സുഹൃത്തിന്റെ ലക്ഷണമില്ലാത്തതും അതിൽ നിന്ന് വളരെ വിദൂരവുമാണെന്നത് സുവ്യക്തമാണ്. ശരിയായ ഉപദേശവും സുഖവും സമാശ്വാസവും നൽകുന്ന സുഹൃത്തുക്കൾ ഇക്കാലത്ത് അപൂർവം മാത്രമായ വിലപ്പെട്ട രത്നങ്ങളാകുന്നു. സാമ്പത്തിക ബന്ധത്തിൽപ്പെട്ട സൗഹൃദം വായ്പ തിരികെ കൊടുക്കാൻ ആവശ്യപ്പെടുന്നതോടെ തകരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തിന് വായ്പ നൽകി സഹായിക്കാൻ തയ്യാറാകുന്ന ആ നിമിഷത്തിൽ തന്നെ സൗഹൃദം പിളരുന്നു. വാക്കുകൊണ്ടോ നാണയം കൊണ്ടോ സൗഹൃദം ഉറപ്പിക്കാവുന്നത് എങ്ങനെയാണ്? സൗഹൃദം നിലനിൽക്കണമെങ്കിൽ ഹൃദയം ഹൃദയത്തെ അറിയണം, ഹൃദയം ഹൃദയത്തോട് അടുക്കണം. സൗഹൃദം ഇരു ഹൃദയങ്ങളെ ബന്ധിക്കണം. നഷ്ടമായാലും ലാഭമായാലും ദുഃഖമായാലും സുഖമായാലും ഭാഗ്യമായാലും നിർഭാഗ്യമായാലും എന്തു തന്നെ സംഭവിച്ചാലും ഇരുവർക്കും പ്രയോജകീഭവിക്കണം. ആ ബന്ധം വിധിയുടെ എല്ലാ ആഘാതങ്ങളെയും അതിജീവിക്കും. സ്ഥലകാല പരിതസ്ഥിതികളിൽ നിർബാധമായിരിക്കും. ഓരോരുത്തരും ഇതരനെ പറ്റി പൂർണ്ണമായ അറിവുണ്ടായിരിക്കണം. ഇതരനെ തിരുത്തണം. ഓരോരുത്തരും ഇതരനിൽ നിന്ന് വിമർശവും അഭിപ്രായങ്ങളും സ്വാഗതം ചെയ്യണം. എന്തെന്നാൽ അവ സഹാനുഭൂതിയിൽ നിന്നും പ്രേമത്തിൽ നിന്നുമാണ് ഉറവെടുക്കുന്നതെന്ന് ഇരുവർക്കും അറിയാം. ഇതരൻ ലക്ഷ്യത്തിൽ നിന്നും വഴുതി മാറാതിരിക്കുന്നതിനും വിനാശകരമായ ശീലങ്ങൾ വളർത്താതിരിക്കുന്നതിനും ഹീനതകളെ സൃഷ്ടിക്കുന്ന വിചാരങ്ങളെയോ പദ്ധതികളെയോ മറച്ചു പിടിക്കാതിരിക്കുന്നതിനും ജാഗരൂകരായിരിക്കണം.
ഓരോരുത്തന്റെയും ബഹുമാന്യത ഇതരന്റെ സംരക്ഷണത്തിലായിരിക്കണം. ഓരോരുത്തരും ഇതരനെ വിശ്വസിക്കുന്നു, അയാളുടെ ശ്രദ്ധാപൂർവമായ പ്രേമത്തിൽ വിശ്വാസം അർപ്പിക്കുന്നു. ജീവിതത്തെ സമുദ്ധരിക്കുന്നവരും ലക്ഷ്യങ്ങളെ പവിത്രമാക്കുന്നവരും വികാരങ്ങളെ സമുന്നതരാക്കുന്നവരും നിശ്ചയങ്ങൾക്ക് കരുത്തു നൽകുന്നവരും മാത്രമേ സുഹൃത്ത് എന്ന പേരിന് അർഹരാകൂ. ആർഭാടത്തിലേക്കും പണ്ഡിതന്മാന്യതയിലേക്കും നൈമിഷികാനന്ദങ്ങളിലേക്കും നിസ്സാരമായ തമാശകളിലേക്കും നിങ്ങളെ വലിച്ചിഴയ്ക്കുന്നവർ സുഹൃത്തുക്കളല്ല. സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ സാമൂഹ്യമായ പദവി, സാമ്പത്തികമായ ധൂർത്ത്, ബാഹ്യമായ തിളക്കം, വാക്കിൽ മാത്രമുള്ള പ്രതിജ്ഞകൾ ഇവകളാൽ വഴിപിഴക്കപ്പെടല. അന്തരാത്മാവിലേക്ക്, അന്തശ്ചോദനകളിലേക്കും അന്തശ്ചോദകനിലേക്കും മഹത്വത്തിലേക്കുമുള്ള ആഴമേറിയ അഭിലാഷത്തിലേക്കും ചുഴിഞ്ഞു നോക്കുക. അതിനുശേഷം അത്തരക്കാർക്ക് നിങ്ങളുടെ അചഞ്ചല ഭക്തി അർപ്പിക്കുക. കുചേലകൃഷ്ണന്മാരുടെ സതീർത്ഥ സ്നേഹത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. അവരുടെ ലൗകികമായും ആധ്യാത്മികമായുള്ള പദവികൾക്കിടയിലെ വൻ വിടവിനെ അതിജീവിക്കാൻ ആ സൗഹൃദത്തിന് എങ്ങനെ സാധ്യമായി? ശ്രീകൃഷ്ണൻ ഭഗവത് അവതാരമാണ്, കുചേലൻ വെറും മനുഷ്യനും. ശ്രീകൃഷ്ണൻ ഭരണകർത്താവും രാജാവിനെ സൃഷ്ടിക്കുന്നവനും കിടയറ്റ വീരനും ചക്രവർത്തിയും ആചാര്യനുമായിരുന്നു. കുചേലനാകട്ടെ എപ്പോഴും അടുത്ത ഊണിന് പോലും വഴി കാണാൻ കഴിയാത്ത അത്രമേൽ ദരിദ്രനായിരുന്നു. സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ അവർ കുറച്ചു കൊല്ലങ്ങൾ ഒന്നിച്ചു വിദ്യാഭ്യാസം ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അത് അവരിൽ സൗഹൃദത്തിന്റെ വിത്തുപാകി. അതുകൊണ്ട് കുചേലനെ ശ്രീകൃഷ്ണൻ കൈവിടിയില്ല എന്ന് ഉറപ്പു നൽകിക്കൊണ്ട് കുചേലപത്നി അദ്ദേഹത്തെ ശ്രീകൃഷ്ണ സന്നിധിയിലേക്ക് അയച്ചു. കുചേലൻ പുറപ്പെട്ടുവെങ്കിലും താൻ എന്തിനാണ് വന്നതെന്നോ താൻ ആരാണെന്നോ ദ്വാരപാലന്മാർ അന്വേഷിച്ചപ്പോൾ പോലും പറയാൻ മടിച്ചു നിന്നു. തകർന്ന് കുനിഞ്ഞ് പരിക്ഷീണനായ ഒരു യാചകൻ കൊട്ടാരത്തിലെ സുവർണ സിംഹാസനത്തിൽ അമരുന്ന പ്രഭുവിന്റെ മുമ്പാകെ നിന്ന് അവിടുത്തെ സുഹൃത്താണ് താനെന്ന് എങ്ങനെ പരിചയപ്പെടുത്തും? തന്റെ സ്വന്തം ധിക്കാരത്തെ ഓർത്ത് അദ്ദേഹം ഞെട്ടി. കൃഷ്ണൻ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ് അതിരേകത്തോടെ ആശ്ലേഷിച്ചു സ്വീകരിക്കാനായി മുന്നോട്ടാഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സർവ്വഭയങ്ങളും ഇല്ലാതായി. കൃഷ്ണൻ തന്റെ വാക്കുകൾ കൊണ്ടും ആതിഥ്യ മര്യാദകൾ കൊണ്ടും ഹൃദയംഗമമായ സ്വാഗതമരുളൽ കൊണ്ടും അദ്ദേഹത്തിൽ പരമാനന്ദം നിറച്ചു. കൃഷ്ണൻ കുചേലപത്നിക്ക് അവർ പ്രതീക്ഷിച്ചതിലും പ്രാർത്ഥിച്ചതിലും എത്രയോ വലിയ അളവിൽ സമ്പത്തും സുഖസൗകര്യങ്ങളും ശാന്തിയും ശ്രേയസ്സും നൽകി അനുഗ്രഹിച്ചു. അവിടുത്തോട് ആരും അപേക്ഷിച്ചിരുന്നില്ല. പക്ഷെ അവിടുത്തെ പ്രേമം ആ രൂപം പൂണ്ടു. അവിടുത്തെ അനുഗ്രഹം അവർക്ക് ആനന്ദമേകി. എന്നാൽ കുചേലൻ കൃഷ്ണന്റെ സൗഹൃദം ഒന്നുകൊണ്ട് മാത്രം സംതൃപ്തനായിരുന്നു. അതിലുപരി അദ്ദേഹം ഒന്നു തന്നെ ആശിച്ചിരുന്നില്ല. പ്രഭുവിന്റെ പ്രേമകാരുണ്യങ്ങൾ അനുഭവിച്ചപ്പോഴുള്ള ആനന്ദം അദ്ദേഹത്തിൽ നിറഞ്ഞു വഴിഞ്ഞു. സൗഹൃദ വികാരം ഓരോ ഞരമ്പിനെയും കർമ്മപ്രവൃദ്ധമാക്കണം. ഓരോ രക്തകോശത്തിലും സർവത്ര വ്യാപിക്കണം. ഓരോ വികാര വീജികളെയും പവിത്രമാക്കണം. അഹന്തയുടെ ഒരണുവിനും അതിൽ സ്ഥാനമില്ല. വ്യക്തിപരമായ നേട്ടങ്ങൾ ചൂഷണം ചെയ്തെടുക്കുന്നതിനോ അപഹരിക്കുന്നതിനോ ഉദ്ദേശിച്ചുള്ള സഖിത്വം സൗഹൃദത്തിന്റെ മഹനീയ ഗുണത്തിന് ചേർന്നതല്ല. ഈ കഠിന പരീക്ഷ കടന്നുപോകാൻ കഴിവുള്ള ഒരേ ഒരു സുഹൃത്ത് ഒരു പക്ഷേ ഈശ്വരനാണ്. യുവാക്കളായ നിങ്ങൾ നല്ല സുഹൃത്തുക്കളെ നേടാനും അവരെ കൈവിടാതിരിക്കാനും പരിശ്രമിക്കുക. ആത്മീയതയുടെ മാർഗം ഊർജ്ജസ്വലമായ ജീവിതത്തിൽ നിന്ന് വിരമിച്ച ശേഷം പിന്തുടരേണ്ട മാർഗമാണ് എന്നിങ്ങനെ മുതിർന്ന ചിലരുടെ ഉപദേശം കേട്ട് ആ പരിശ്രമത്തെ നീട്ടിവെക്കല്ല. പ്രായമായ ശേഷമാണ് ഭഗവത്ഗീത കയ്യിലെടുക്കേണ്ടത് എന്ന് അവർ പറയും. എന്നാൽ ശത്രുവെ തുരത്താൻ സേനയ്ക്ക് വേണ്ട പരിശീലനം നൽകൽ യുദ്ധം തുടങ്ങിയ ശേഷം മതിയെന്ന് രാഷ്ട്രത്തോട് പറയുന്ന പോലെയാണ് ആ ഉപദേശം. ഏത് യാദൃശ്ചിക വിപത്തിനെ നേരിടണമെങ്കിലും അതിനുവേണ്ട സേനയെ സജ്ജമാക്കാൻ കൊല്ലങ്ങളായുള്ള തയ്യാറെടുപ്പ് ആവശ്യമാണ്. മറിച്ച് ശിക്ഷണമില്ലാത്തവർക്ക് ആയുധം നൽകിയാൽ ആയുധം കയ്യിലേന്തിയവർക്ക് പോലും അത് കൊടും വിപത്ത് വരുത്തിവെക്കും. ജീവിതത്തിൽ സ്വീകരിച്ച് പരിലാളിക്കുന്ന സത്കർമ്മങ്ങളും സദ്വിചാരങ്ങളും അന്ത്യകാലം എടുക്കുമ്പോൾ ഒരു ഉത്തമ സുഹൃത്തിനെ പോലെ തികച്ചും സേവനക്ഷമവും സുദൃഢമായി വർത്തിക്കുന്നു. അതുകൊണ്ട് യുവാക്കളായ നിങ്ങൾക്ക് മാനവരാശിക്ക് ഒട്ടാകെയും ശാന്തിയും പുരോഗതിയും വളർത്തുന്ന കർമ്മങ്ങളിൽ വ്യാപൃതരാകണം. താൽക്കാലിക പ്രയോജനങ്ങളും സ്വാർത്ഥപൂരിതവുമായ അഭ്യുന്നതയും തേടിക്കൊണ്ട് നിങ്ങളുടെ ഭാവിയെ നശിപ്പിക്കല്ല. ജീവിതത്തെ നേർവഴിക്ക് നയിക്കുന്ന ഉത്തമ സുഹൃത്തുക്കളെ നേടാൻ വ്യഗ്രത കൊള്ളുക. സർവോപരി ഈശ്വരനെ തെറ്റുപറ്റാത്ത മാർഗദർശിയും സുഹൃത്തുമായി സ്വീകരിക്കുക. ഗോപികമാരുടെ ഹൃദയം കൃഷ്ണപ്രേമത്താൽ ആഴ്ന്നു വേരിറങ്ങിയിരുന്നു. കൃഷ്ണനെ മധുരയിലേക്ക് ആനയിക്കാൻ അക്രൂരൻ ചേർന്നപ്പോൾ ഗോപികമാർ അവിടുത്തെ തങ്ങളിൽ നിന്ന് അകറ്റാതിരിക്കാൻ ധീരതയോടെ കിണഞ്ഞു പരിശ്രമിച്ചു. അവർ രഥാശ്വങ്ങളെ പിടിച്ചു നിർത്തി. ഉരുളാതിരിക്കാൻ രഥചക്രങ്ങളെ പിടികൂടി. സൗഹൃദം അചഞ്ചല പ്രേമത്തിന്റെ ഉത്തമവും പവിത്രവും അഹങ്കാരമുക്തവുമായ പ്രേമത്തിന്റെ പ്രകടനമാണ്.
മറ്റുള്ളവരിൽ നിന്ന് അത്തരം സൗഹൃദം നിങ്ങൾക്കുണ്ടാകട്ടെ എന്നും ഇത്തരം പവിത്രമായ സൗഹൃദം മറ്റുള്ളവർക്കേകി അവരെ സന്തുഷ്ടരാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശീർവദിക്കുന്നു. സായിറാം. സായിറാം. ഇനി പത്മിനി അനുഭവങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. സായിറാം. സായിറാം. ഓം ശ്രീ സായിറാം. എന്റെ എല്ലാമായ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ. അതുപോലെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും, എല്ലാ മഹൽ വ്യക്തികൾക്കും എന്റെ സ്നേഹം നിറഞ്ഞ സായിറാം. ഞാൻ പത്മിനി. എന്റെ വീട് മഞ്ചേരി സമിതി അംഗമാണെങ്കിലും ഞാൻ സ്ഥിരമായി എൻ്റെ മക്കളുടെ കൂടെ ബാംഗ്ലൂരിലാണ് കുറെ കാലമായി താമസിക്കുന്നത്. ഈ കാലത്തൊന്നും എനിക്ക് മഞ്ചേരി സമിതിയിലോ ബാംഗ്ലൂരിലെ സമിതികളിലോ എവിടെയും പോകാൻ കഴിഞ്ഞിട്ടില്ല. മഞ്ചേരിയിലെ ആൾക്കാർ പുട്ടപ്പർത്തിയിൽ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ ഇവിടെ നിന്നും പോയി അവരുടെ കൂടെ ഡ്യൂട്ടി ചെയ്യാറുണ്ട്. കോവിഡ് കാലത്ത് പുറത്തൊന്നും പോകാൻ കഴിയാതിരുന്നപ്പോൾ 4-5 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വാമിയുമായുള്ള എൻ്റെ കൊച്ചു അനുഭവങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. മറന്നു പോകാതിരിക്കാൻ അന്ന് ചെയ്ത ഒരു ശ്രമം ഇന്ന് അത് ഉപയോഗിക്കുകയാണ്. പാവനമായ ഇത്തരം സത്സംഗത്തിൽ വ്യക്തമായി ഭംഗിയായി സംസാരിക്കാൻ എനിക്ക് അറിയില്ല. എൻ്റെ ദൈവികാനുഗ്രഹങ്ങളിൽ നിന്ന് ഇവിടെ കിട്ടുന്ന സമയത്തിനനുസരിച്ച് ചിലത് ഞാൻ വായിക്കാം. എൻ്റെ അനുഗ്രഹത്തിന്റെ അനുഭവങ്ങൾ എന്ന കുറിപ്പുകളുടെ ആമുഖമായി ഇത്രയും പറഞ്ഞുകൊണ്ട് അതിലെ 2-3 അനുഭവങ്ങൾ ഞാൻ ഇവിടെ വായിക്കട്ടെ. ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതിൽ എൻ്റെ ജീവൻ രക്ഷിച്ചതിൻ്റെയും എൻ്റെ വിവാഹത്തിൻ്റെയും എനിക്കൊരു മോളുണ്ടായതിൻ്റെയും അധ്യായങ്ങൾ ഇന്ന് ഞാൻ വായിക്കാം. സന്ദർഭം കിട്ടുകയാണെങ്കിൽ മറ്റു അനുഭവങ്ങളും എന്നെങ്കിലും പറയാം. സായിറാം. ഏകദേശം 1965 എനിക്കുണ്ടായ അനുഗ്രഹത്തിന്റെ അനുഭവമാണിത്. അന്ന് എനിക്ക് 20 വയസ്സാണ്. തമിഴ്നാട്ടിലെ സേലത്ത് ധർമ്മപുരി ഡിസ്ട്രിക്റ്റിലാണ് എനിക്ക് ആദ്യമായി പോസ്റ്റ് ഓഫീസിൽ ക്ലർക്കായി ജോലി കിട്ടിയത്. ഞാനും അച്ഛനും കൂടിയാണ് അന്ന് ജോയിൻ ചെയ്യാൻ പോയത്. അക്കാലത്ത് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഹോസ്റ്റൽ സൗകര്യമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അതിനാൽ അന്ന് അവിടുത്തെ ഹെഡ് പോസ്റ്റ് മാസ്റ്ററുടെ ദയ കൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പേയിങ് ഗസ്റ്റ് ആയി താമസിക്കാൻ എനിക്ക് സൗകര്യം തന്നു. എന്നെ അവിടെയാക്കി അച്ഛൻ പെരിന്തൽമണ്ണയിലേക്ക് തിരിച്ചുപോയി. പെരിന്തൽമണ്ണയിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും. എൻ്റെ സഹോദരങ്ങളും കുടുംബവും എല്ലാം പെരിന്തൽമണ്ണയിലാണ്. പോസ്റ്റ് മാസ്റ്ററുടെ ഭാര്യയും മക്കളും അദ്ദേഹവും എന്നെ സ്വന്തം കുടുംബാംഗത്തെ പോലെയാണ് സ്വീകരിച്ചത്. എല്ലാ ചിട്ടവട്ടങ്ങളും ആചാരങ്ങളും നോക്കുന്ന നല്ല ഒരു ബ്രാഹ്മണരും ദൈവവിശ്വാസികളുമായിരുന്നു അവർ. ഞാനും ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒന്നും അറിയാത്തൊരു പെൺകുട്ടിയും. എല്ലാ വ്യാഴാഴ്ചയും അവർ ഒരു ഭജനയ്ക്ക് പോകുമായിരുന്നു. ഞാൻ ചെന്ന ആദ്യത്തെ വ്യാഴാഴ്ച തന്നെ അവർ ഭജനയ്ക്ക് പോകുമ്പോൾ എന്നെയും കൂട്ടി. ഒരു വലിയ ഹാൾ ദീപാലങ്കൃതമാക്കി വെച്ചിരിക്കുന്നു. ഗണപതി, സരസ്വതി, ലക്ഷ്മി, ശിവനും പാർവതിയും, രാധയും കൃഷ്ണനും, സുബ്രഹ്മണ്യൻ, ഹനുമാൻ, ശ്രീരാമനും സീതയും, ശ്രീകൃഷ്ണൻ, വെങ്കടാചലപതി, മൂകാംബികാദേവി, അറിയപ്പെടുന്ന എല്ലാ ദൈവങ്ങളുടെയും അതിമനോഹരമായ പടങ്ങൾ അലങ്കരിച്ചു വെച്ചിരിക്കുന്നു. പക്ഷേ ഏറ്റവും പ്രധാന സ്ഥലത്ത് ഏറ്റവും ഭംഗിയായി തോരണങ്ങൾ തൂക്കി ദീപധൂപങ്ങളാൽ അലങ്കൃതമായ ആ ഫോട്ടോ ആരുടേതെന്ന് എനിക്കറിയില്ല. കാൽപാദം അറിയുവോളം കാഷായാംബരധാരിയായി, കഴുത്തിൽ മാലകളെല്ലാം അണിഞ്ഞ്, തലയിൽ കിരീടം പോലെ നിറഞ്ഞ മുടിയുമായി, അഭയഹസ്തത്തോടെ എല്ലാവിധ അനുഗ്രഹങ്ങളും വാരി വിതറുന്ന ആളാണ് സായിബാബ എന്ന് അവർ പറഞ്ഞു തന്നു. വല്ലാത്തൊരാനന്ദം. ആ ഭജനകൾ കേൾക്കുമ്പോൾ എനിക്കാകെ കുളിർ കോരിയിടുന്നത് പോലെ ആകെ സന്തോഷം. എല്ലാ ഈശ്വരന്മാരുടെയും ഭജനങ്ങൾ ചൊല്ലി കർപ്പൂരം കത്തിച്ച് ആരതി കാണിച്ച് എല്ലാവരും കൊണ്ടുവരുന്ന വിവിധ തരം പ്രസാദങ്ങൾ കഴിച്ച് തിരിച്ചു പോകുമ്പോൾ അലൗകിക ദൈവീക മണമുള്ള ഭസ്മവും പ്രസാദമായി കിട്ടി. അവർ സ്വാമിയെ പറ്റിയും സ്വാമിയുടെ അത്ഭുതങ്ങളെ പറ്റിയും തമിഴിൽ പറഞ്ഞു തന്നു. എല്ലാ വ്യാഴാഴ്ചയും ഭജനയ്ക്ക് പോക്കും സ്വാമിയുടെ പുതിയ അത്ഭുതങ്ങൾ കേൾക്കലും പുതിയ ഭജനങ്ങൾ പഠിക്കലുമായി 6 മാസം കഴിഞ്ഞുപോയി. അപ്പോഴാണ് ഓണം വരുന്നത്. ഞാൻ ധർമ്മപുരിയിൽ നിന്നും ആദ്യമായി നാട്ടിൽ വരികയാണ്. അച്ഛൻ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുവരികയാണ് ഉണ്ടായത്. ഒരാഴ്ചത്തെ ലീവാണ്. ആ ഒരാഴ്ച മുഴുവനും ഞാൻ അച്ഛനമ്മമാരോടും സഹോദരങ്ങളോടും വാതോരാതെ സ്വാമിയെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. എല്ലാവർക്കും അത്ഭുതമായിരുന്നു. സന്ധ്യയ്ക്ക് നാമം ചൊല്ലുന്ന പതിവുണ്ട് ഞങ്ങൾക്ക്.
അപ്പോൾ ഞാൻ പഠിച്ച ഭജനകളും എൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അച്ഛനും അമ്മയ്ക്കും സ്വാമിയിൽ നല്ല വിശ്വാസം ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ ജനിച്ചു. സ്വാമിയുടെ ഒരു ഫോട്ടോ പോലും കാണാത്ത അവരെല്ലാം സ്വാമിയെ ദൈവമായി കണ്ടു. തിരിച്ചു പോകുന്നതിന്റെ തലേ ദിവസമാണ് അതുണ്ടായത്. അമ്മയെ സഹായിക്കാമെന്ന് വെച്ച വെള്ളമെടുക്കാൻ ഞാൻ കുടവുമെടുത്ത കിണറ്റിൻകരയ്ക്കെത്തി. ഞങ്ങളുടെ കിണറിന് അന്ന് ആൾമറയില്ല. പണ്ടത്തെ കാലത്താണ്. പരന്ന വളരെ ആഴമുള്ള കിണറാണത്. അതിന്റെ രണ്ട് സൈഡിലും ഓരോ മുള നാട്ടിയിട്ടുണ്ട്. അതിന്റെ മുകളിൽ വിലങ്ങനെ ഒരു മുള വെച്ചിട്ടുണ്ട്. അതിന്മേലാണ് കപ്പിയും കയറും ഘടിപ്പിച്ചിരിക്കുന്നത്. കുടം താഴെ വെച്ച് സാരി എടുത്തുകുത്തി കിണറ്റിലേക്ക് ഞാൻ എത്തി നോക്കി. കിണറ്റിൽ 3/4 ഭാഗത്തിലധികം വെള്ളമുണ്ട്. നല്ല തെളിഞ്ഞ നീല നിറമുള്ള വെള്ളം. മഴക്കാലമല്ലേ, അതിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞാൻ ബക്കറ്റ് എടുത്ത കിണറ്റിലേക്ക് ഇട്ടു. ബക്കറ്റും കയറും കുപ്പയും അത് തൂക്കിയിരുന്ന മുളയും ഞാനും കൂടി അതാ കിടക്കുന്നു കിണറ്റിൽ. താഴേക്ക് പോകുമ്പോൾ ഞാൻ 2 കണ്ണും ഇറുക്കി മൂടി. ആകാശത്തേക്ക് പറക്കുകയാണോ അതോ കിണറ്റിലെ വെള്ളത്തിൽ താഴ്ന്നു പോവുകയാണോ? എനിക്ക് ഒരു ചെറിയ ഓർമ്മയേ ഉള്ളൂ. കണ്ണു തുറന്നപ്പോൾ കേൾക്കുന്നു അമ്മയുടെയും സഹോദരങ്ങളുടെയും ആർത്തലച്ച് കരയുന്ന ശബ്ദം. ഞാൻ വെള്ളത്തിൽ നിന്നും മേലോട്ട് നോക്കി. അമ്മ നിലവിളിച്ചുകൊണ്ട് കിണറ്റിലേക്ക് ചാടാൻ ഒരുങ്ങുന്നു. ഞാൻ ഒച്ച വെച്ച് പറഞ്ഞു, അമ്മേ ചാടല്ലേ, എനിക്കൊന്നും പറ്റിയിട്ടില്ല. അപ്പോഴാണ് ഞാനും എൻ്റെ അമ്മയും സഹോദരനും കാണുന്നത് ആ കിണറ്റിൽ ഞാൻ ആരോ എന്നോ കൊണ്ടുപോയിട്ടിരുന്ന നുരുമ്പിച്ച് മുറിഞ്ഞു പോയ ഒരു മുറിയൻ കോണിയിൽ ആകെ മുങ്ങി നനഞ്ഞ് അള്ളിപ്പിടിച്ച് വളരെ സുരക്ഷിതമായി ഞാൻ നിൽക്കുന്നു. കോണി പകുതി നീളമേ ഉള്ളൂ, പക്ഷെ വെള്ളത്തിന്റെ ലെവൽ വരെ ഉയരമുണ്ട്. അപ്പോഴേക്കും ഈ ബഹളമൊക്കെ കേട്ട അയൽവാസികൾ അവിടേക്ക് ഓടിയെത്തി. എല്ലാവരും കൂടി കയറൊക്കെ ഇട്ടു തന്ന് എന്നെ മേലോട്ട് കയറ്റി. ലാസ്റ്റ് സ്റ്റെപ്പിലെത്തുമ്പോൾ എൻ്റെ കഴുത്തിൽ ഞാൻ ധർമ്മപുരിയിൽ നിന്ന് അണിഞ്ഞ കറുത്ത ചരടിൽ കോർത്ത സ്വാമിയുടെ ലോക്കറ്റ് അമ്മ സർവ്വവിധ ഭക്തിയോടും ആരാധനയോടും കൂടി തൊട്ട് നമസ്കരിച്ചു. സ്വാമിയുടെ അനുഗ്രഹം, സ്വാമിയുടെ അനുഗ്രഹം. ഒരു ചെറുതോട്ടിൽ പോലും ഇറങ്ങി ശീലമില്ലാത്ത, നീന്തൽ അറിയാത്ത എന്നെ ആ കിണറ്റിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയ ആപദ് ബാന്ധവനായ സ്വാമിയുടെ പാതാരവിന്ദങ്ങളിൽ അനേകായിരം നമസ്കാരങ്ങളോടെ. സായിരാം. ധർമ്മപുരിയിൽ ജോലി കിട്ടി 4.5 വർഷമായി. വളരെ അനുഭവങ്ങൾ ഉണ്ടായ കാലമായിരുന്നു അത്. പക്ഷേ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ വിവാഹം. ഇതിനു മുമ്പുണ്ടായ അനുഭവങ്ങളെല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം വായിക്കാൻ സമയമില്ലാത്തതിനാൽ വിവാഹകാര്യം മാത്രം ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ താമസിച്ച വീട്ടിലെ പോസ്റ്റ് മാസ്റ്റർ പെട്ടെന്ന് ഹൃദയസ്തംഭനം മൂലം മരണമടയുകയും അവരുടെ കുടുംബം സ്വന്തം നാട്ടിലേക്ക് താമസം മാറുകയും ചെയ്തു. ധർമ്മപുരിയുമായി അപ്പോഴേക്കും ഞാൻ പരിചയമായി കഴിഞ്ഞിരുന്നു. അവർ പോയപ്പോൾ എൻ്റെ ചെറിയ അനിയനെ, ഞാൻ SLC പാസ്സായി നിൽക്കുകയാണ്, അവനെ ഞാൻ ധർമ്മപുരിയിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ അവന് തുടർന്ന് പഠിക്കാൻ ആഗ്രഹമുള്ളതിനാൽ അവനെ വീണ്ടും വീട്ടിൽ തന്നെ കൊണ്ടുപോയാക്കി. അപ്പോഴേക്കും ധർമ്മപുരിയിൽ കുറച്ചൊക്കെ പുരോഗമനം ഉണ്ടായിരുന്നു. താലൂക്ക് ഓഫീസിലും റവന്യൂ ഓഫീസിലും വർക്ക് ചെയ്തിരുന്ന ആദ്യമായി വന്ന 2 സ്ത്രീകളെ ഞാൻ പരിചയപ്പെട്ടിരുന്നു. ഞങ്ങൾ 3 പേരും കൂടി ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്ത് താമസിക്കാൻ തുടങ്ങി. എല്ലാ കൊല്ലവും ഓണത്തിന് ഞാൻ നാട്ടിൽ പോകും. അക്കൊല്ലവും ലീവ് എടുത്ത നാട്ടിൽ പോയി. അച്ഛനും അമ്മയും ഇതിനു മുമ്പില്ലാത്ത വിധത്തിൽ വളരെ ദുഃഖിതരായി ആ സമയത്ത് കാണപ്പെട്ടു. കാരണം എന്തെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് ജോലി കിട്ടിയതിന് ശേഷം അന്ന് മുതൽ എൻ്റെ ചുരുങ്ങിയ ചെലവ് കഴിഞ്ഞ് ബാക്കി പൈസ മുഴുവൻ ഞാൻ അച്ഛന് അയച്ചു കൊടുത്തിരുന്നു. ഇതിനിടയിൽ എൻ്റെ സഹോദരങ്ങൾ, മൂത്ത അനുജൻ ഉണ്ണി ഷൊർണൂരിൽ ആയുർവേദ കോളേജിലും, രണ്ടാമത്തെ അനിയത്തി എറണാകുളത്തെ സ്റ്റാഫ് നഴ്സായി ട്രെയിനിങ്ങിനും, പിന്നത്തെ അനിയൻ പെരിന്തൽമണ്ണ തന്നെയുള്ള പോളിടെക്നിക്കിലും, അടുത്ത അനിയത്തി കോഴിക്കോട് PT ടീച്ചറാവാൻ ഫിസിക്കൽ ട്രെയിനിങ് കോളേജിലും, മറ്റൊരനിയത്തി പോളിടെക്നിക്കിലും. അങ്ങനെ എല്ലാവരും പഠിക്കുകയാണ്. വൈദ്യത്തിൽ നിന്നും അത്രയധികം വരുമാനമൊന്നും അച്ഛനൊന്നും ഉണ്ടായിരുന്നില്ല. കുട്ടികളെ പഠിപ്പിക്കേണ്ട ചിലവിലേക്ക് അച്ഛൻ ഞാൻ അയക്കുന്ന പൈസ മുഴുവൻ ചെലവാക്കി. എനിക്കത് ഭയങ്കര സന്തോഷമുള്ളതാക്കി. കാരണം എൻ്റെ സഹോദരങ്ങളെ എനിക്ക് അത്രമാത്രം ഇഷ്ടമായിരുന്നു. അവരെല്ലാം ഉന്നത വിദ്യാഭ്യാസം നേടി നല്ല ജോലിയിൽ പ്രവേശിച്ച് നല്ല ജീവിതം നയിക്കണേ എന്ന് ഞാൻ സായി ഭഗവാനോട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഇതുവരെ സ്വാമിയെ കണ്ടിട്ടില്ല ഞാൻ. അത്രയും വിശ്വാസം വന്നിരുന്നു എനിക്ക്. ഇതിനിടയിൽ തമിഴ് എഴുതാനും വായിക്കാനും ഞാൻ പഠിച്ചു. സത്യം ശിവം സുന്ദരം എന്ന ബുക്ക് തമിഴിൽ വായിക്കാനും എനിക്ക് അവസരം ലഭിച്ചു. അമ്മയോട് ഞാൻ എന്താണ് നിങ്ങളുടെ വിഷമം എന്ന് വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ അമ്മ പറയുന്നു, എന്നേക്കാൾ പ്രായം കുറഞ്ഞ എൻ്റെ ചെറിയച്ഛൻ്റെ മക്കൾക്ക് കല്യാണ നിശ്ചയം കഴിഞ്ഞു. എന്നേക്കാൾ 3-4 വയസ്സിന് ഇളവരാണവർ. കുടുംബക്കാരും കൂട്ടുകാരും നാട്ടുകാരും എല്ലാം പറയുന്നു, അച്ഛന് എന്നെ കല്യാണം കഴിച്ചു കൊടുക്കാൻ താല്പര്യമില്ല, കിട്ടുന്ന പൈസ മുടങ്ങിയാലോ എന്ന് പേടി, ഒരു കറവ പശുവായി എന്നെ നിർത്തുകയാണ് എന്നൊക്കെ പഴി പറയുന്നു. ഞാൻ
ഞെട്ടിപ്പോയി. അങ്ങനെ ഒരിക്കലും എൻ്റെ അച്ഛൻ വിചാരിക്കുകയില്ല. ഒരാലോചനയും ഇതേവരെ വന്നിട്ടില്ല. പെണ്ണിന്റെ വീട്ടുകാർ വരനെ അന്വേഷിക്കുന്ന പതിവ് അന്നത്തെ കാലത്തില്ല. ചെക്കന്റെ വീട്ടുകാരാണ് പെണ്ണിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത്. എൻ്റെ ഒരേ ഒരു ചേച്ചി 13ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു ചേട്ടന്റെ വീട്ടിലാണ്. ഞാൻ സ്വാമിയോട് തന്നെ ആവശ്യം പറഞ്ഞു, സായീശ്വര, ഈശ്വര വിശ്വാസിയായ ഒരാളെ എനിക്കായി കൊണ്ടുവരണേ. ആ ഞായറാഴ്ച അച്ഛനും ഞാനും അമ്മയും ചേച്ചിയും ഭർത്താവും കൂടി കാടാമ്പുഴ അമ്പലത്തിൽ പോയി. എൻ്റെ പേരിൽ തേങ്ങ ഉടച്ച മംഗല്യമുട്ട അറുത്തു. ദേവിയോട് ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. ഉച്ചയോടെ അമ്പലത്തിൽ നിന്നും തിരിച്ചു വന്നു. അച്ഛൻ നാട്ടിലെ അറിയപ്പെടുന്ന ആയുർവേദ വൈദ്യരാണ്. അങ്ങാടിയിൽ ഒരു വൈദ്യശാലയൊക്കെ ഇട്ടിട്ടുണ്ട്. അമ്പലത്തിൽ നിന്ന് വന്നതിന് ശേഷം അച്ഛൻ വൈദ്യശാലയിൽ പോവുകയും ചെയ്തു. അന്ന് രാത്രി അച്ഛൻ തിരിച്ചെത്തിയത് ഏറ്റവും സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും ആയിരുന്നു. കയ്യിൽ കരുതിയിരുന്ന ബേക്കറി സാധനങ്ങളുടെ സഞ്ചി അമ്മയെ ഏൽപ്പിച്ച അച്ഛൻ അമ്മയോട് പറഞ്ഞു, അവളെ കാണാൻ മഞ്ചേരിയിൽ നിന്ന് ഒരു കൂട്ടർ നാളെ വരുന്നുണ്ട്. എനിക്ക് മനസ്സിലായി, എന്നെ പെണ്ണു കാണാൻ ആരോ വരുന്നു. പിറ്റേ ദിവസം തിങ്കളാഴ്ച. അമ്മ പെട്ടെന്ന് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി. പൂമുഖത്തിന്റെ ഉമ്മറപ്പടിയിൽ തേച്ചു മിനക്കിയ ഓട്ടുകിണ്ടിയിൽ വെള്ളം കൊണ്ടുപോയി വെച്ചു. അനിയത്തിമാർ അമ്മയെ സഹായിക്കുന്നുണ്ട്. അനിയന്മാർ വരുന്നവരെ സ്വീകരിക്കാൻ കാത്തുനിന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു രംഗം അരങ്ങേറുന്നത്. അച്ഛന്റെ കടയുടെ അടുത്തുള്ള ഒരു പരിചയക്കാരനും വേറെ 2 ആളും വീട്ടിൽ കയറി വന്നു. അമ്മ കയ്യിൽ തന്ന ചായയും പലഹാരവും ഞാൻ അവർക്ക് മുമ്പിൽ കൊണ്ടുവച്ച് മാറി നിന്നു. അച്ഛന്റെ പരിചയക്കാരൻ, ഇതാണ് പയ്യൻ, മറ്റേയാൾ അവന്റെ അളിയൻ എന്ന് പരിചയപ്പെടുത്തി. ഏതാനും സെക്കൻഡുകൾ മാത്രം. പേരും ജോലിയും ജോലി സ്ഥലവും എന്താണെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ മറുപടിയും പറഞ്ഞു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അകത്തേക്ക് പോന്നു. അച്ഛൻ എൻ്റെ ജാതകം അവർക്ക് കൊടുത്ത് പൊരുത്തം നോക്കണം എന്ന് പറഞ്ഞു. അവർ ഉടനെ പോവുകയും ചെയ്യും. മഞ്ചേരിയിലാണ് വീട്, എയർഫോഴ്സിലാണ് ജോലി, ഇപ്പോൾ ബാംഗ്ലൂരിലാണ്. ഇത്രയും അവരിൽ നിന്ന് അറിഞ്ഞു. അച്ഛന് വലിയ സന്തോഷമായി. അമ്മയും വലിയ ഉത്സാഹത്തിലാണ്. ഏകദേശം 4-5 കൊല്ലമായി സ്വാമിയെ പറ്റി അറിഞ്ഞിട്ടെങ്കിലും ഇതുവരെ ഞാൻ സ്വാമിയെ കണ്ടിട്ടില്ല. ധർമ്മപുരിയിൽ ഭജന ഹാളിൽ പോയതും പോസ്റ്റ് മാസ്റ്ററും കുടുംബവും എനിക്ക് പറഞ്ഞു തന്ന അത്ഭുത കഥകൾ മാത്രമേ എനിക്കറിയൂ. പക്ഷെ കാണാത്ത ആ സ്വാമിയുടെ പാദങ്ങളിൽ മുറുകെ മനസ്സുകൊണ്ട് പിടിച്ച് എന്തോ ഞാനൊന്ന് എല്ലാം നല്ലതായി വരണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ജാതക പൊരുത്തമുണ്ടെന്നും അവർക്ക് സമ്മതമാണെന്നും പിറ്റേ ദിവസം തന്നെ വിവരം കിട്ടി. അതിന്റെ പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മാവനും വന്നു. അവർക്കും തൃപ്തിയായി. ഈ വ്യാഴാഴ്ച കല്യാണം നിശ്ചയം നടത്താമോ എന്ന് ചോദിച്ചു. സ്ഥലം മഞ്ചേരി, ജോലി എയർഫോഴ്സ്. ഇതിൽ കൂടുതലൊന്നും അച്ഛൻ ആലോചിച്ചില്ല, ഒന്നും അന്വേഷിച്ചതുമില്ല. അതേ വ്യാഴാഴ്ച 5 ആൾക്കാർ മഞ്ചേരിയിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലെത്തി ജാതകം കൈമാറുന്ന ചടങ്ങ് നടന്നു. എന്നിട്ട് പറഞ്ഞു, പയ്യന് ലീവ് കഴിഞ്ഞ് പോവാറായി. ഇനി 2 ആഴ്ചയെ ലീവുള്ളൂ. ഈ വരുന്ന തിങ്കളാഴ്ച നല്ല മുഹൂർത്തമുണ്ട്. കല്യാണം നടത്താമോ എന്ന് മഞ്ചേരിയിലെ അച്ഛൻ ചോദിച്ചു. അവൾക്കും ഒരാഴ്ചയെ ലീവുള്ളൂ, അതുകൊണ്ട് നടത്താമെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞു. ദൈവമേ, ഓണത്തിന് ഒരാഴ്ചത്തെ ലീവിൽ നാട്ടിൽ വന്ന ഞാൻ സ്വപ്നത്തിൽ പോലും ഓർത്തിരിക്കാതെ അതിനുള്ളിൽ പെണ്ണു കാണലും ജാതകം കൊടുക്കലും നിശ്ചയിക്കലും കല്യാണവും കഴിഞ്ഞ് ധർമ്മവിലേക്ക് തിരിച്ചു പോകുന്നു. എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഈ ഒരാഴ്ച കൊണ്ട് എങ്ങനെയാണ് കല്യാണം കഴിക്കുക? ഇനി 3 ദിവസമാണുള്ളത്. എന്തെല്ലാം വാങ്ങണം, എന്തെല്ലാം ഒരുക്കണം. അന്നൊക്കെ പെണ്ണിന്റെ വീട്ടിൽ പന്തലിട്ടാണ് കല്യാണം നടത്തുക. ഹാളൊന്നുമില്ല. ഇൻവിറ്റേഷൻ അടിക്കാനോ ആൾക്കാരെ കത്ത് കൊടുത്ത് ക്ഷണിക്കാനോ സമയമില്ല. എൻ്റെ വിവാഹം ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസിൽ ക്ഷണിക്കണ്ടേ? പോസ്റ്റ് മാസ്റ്ററുടെ അഡ്രസ്സിൽ ഒരു ഇൻലൻ ലെറ്റർ ഞാൻ തന്നെ എഴുതി. അപ്പോഴാണ് പേര് പോലും അറിയില്ലല്ലോ എന്ന് ഓർത്തത്. കല്യാണം കൊണ്ടുവന്ന പരിചയക്കാരനെ കണ്ട് അച്ഛൻ പേര് ചോദിച്ചു. സുഹു എന്നാണ് പേരെന്നും അച്ഛന്റെ പേര് ശങ്കരൻ മാഷ എന്നാണെന്നും അയാൾ പറഞ്ഞു. എൻ്റെ കത്തിൽ ആ പേര് സുകുമാരൻ എന്നാക്കി ഞാൻ എഴുതി. ഓഫീസിൽ എല്ലാവരെയും ക്ഷണിക്കുന്നു എന്നും എഴുതി കത്ത് പോസ്റ്റ് ചെയ്തു. ഈ പേരിന്റെ രസകരമായ ചരിത്രം ഞാൻ ഇനിയൊരു അധ്യായത്തിൽ പറയാം. കുടുംബക്കാരും ബന്ധുക്കളും വിവരമറിഞ്ഞെത്തി. ചെറിയച്ചന്മാരും കുടുംബങ്ങളും സഹായത്തിനെത്തി. അമ്മായിമാരുടെ കുടുംബക്കാരൊക്കെ വിവരമറിഞ്ഞു. അടുത്തു തന്നെയുള്ള വല്യമ്മായിയുടെ മകൻ കുമാരേട്ടനും കൂട്ടനും ഓടിയെത്തി. പത്മിനിയുടെ 2ാം കല്യാണമല്ല, നന്നായി തന്നെ നടത്തണം. ഓരോരുത്തരും അത് ഏറ്റെടുത്തു. കഴുങ്ങുമുറിച്ച് മുറ്റത്ത് കാൽനാട്ടി തെങ്ങോല തടുക്കുകൾ പരത്തി പന്തലൊരുക്കി. ിലെ പശയുള്ള മണ്ണെല്ലാം കിളച്ചു കൊണ്ടുവന്ന നടുമുറ്റത്ത് ചതുരത്തിൽ പരത്തി അടിച്ചു മിനുക്കി കതിർമണ്ഡപം ഒരുക്കി. ഈന്തപ്പനയോലയും കുരുത്തോലകളും കൊണ്ട് അലങ്കരിച്ചു. പടിക്കൽ കുലവാഴകളും തെങ്ങോലകളും കൊണ്ട് ആർച്ച് രൂപത്തിൽ വെൽക്കം ബോർഡ് വെച്ചു. മുറ്റമെല്ലാം ചാണകം കലക്കി അടിച്ചു മെഴുകി. നിലത്ത് പന്തിപ്പായ വിരിച്ച തൂശനിലയിൽ സദ്യ വിളമ്പുന്നതിനുള്ള ഒരുക്കങ്ങൾ ചെയ്തു. പകലും രാത്രിയും തകൃതിയായ പണികൾ തന്നെ. തലേ ദിവസം വാടകയ്ക്കെടുത്ത വെട്രോമാക്സ് വിളക്കുകളുടെ വെളിച്ചത്തിൽ സദ്യ ഒരുങ്ങി. പെട്ടിപ്പാട്ടും ഉണ്ടായിരുന്നു.
കൊട്ടും കുരവയും നാദസ്വരവും എന്റെ ചെറിയച്ഛൻ അറേഞ്ച് ചെയ്തു. വീട്ടുകാരെയും കുടുംബക്കാരെയും ബന്ധുക്കളെയും അയൽവക്കക്കാരെയും പരിചയക്കാരെയും നാട്ടുകാരെയും ഒന്നടങ്കം വിളിച്ചു. അച്ഛൻ വൈദ്യശാലയും ഉണ്ടായിരുന്നതിനാൽ നാട്ടിൽ എല്ലാവരെയും അറിയാം. ഒരൊറ്റ ആളെ വിടാതെ ക്ഷണിച്ചു. ജാതിപത ഭേദമന്യേ എല്ലാവരും കല്യാണത്തിനെത്തി. ഇന്നത്തെ അത്ര ജനസംഖ്യ ഇല്ലെങ്കിലും സാമാന്യം വലിയൊരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. വിഭവസമൃദ്ധമായ സദ്യ നൽകി. ഒരു നീണ്ട ചെയിനും ഒരു ചെറിയ നെക്ലേസും 2 വളകളും എനിക്ക് ആഭരണമായി തന്നു. അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് അത്യാവശ്യം പാത്രങ്ങളും നൽകി. അന്തസ്സായി തന്നെ എന്റെ കല്യാണം അച്ഛൻ നടത്തി. അന്നത്തെ സ്ഥിതിക്കനുസരിച്ച് ഗംഭീരമായ കല്യാണം എന്ന് വീട്ടുകാരും നാട്ടുകാരും ഒന്നടങ്കം പറഞ്ഞു. അച്ഛന്റെ കയ്യിൽ ഒരു പൈസ സമ്പാദ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ അയക്കുന്ന പൈസയെല്ലാം എന്റെ താഴെയുള്ള കുട്ടികളുടെ പഠിപ്പിനായി ചിലവാകുന്നു. കുറച്ചൊക്കെ കടം വാങ്ങിയിരിക്കാം. എനിക്കൊന്നും അന്വേഷിക്കാൻ കഴിഞ്ഞില്ല. അച്ഛന്റെ ഇഷ്ടത്തിന് ഒരു മറുവാക്കും പറയാതെ ഞാൻ നിന്നുകൊടുത്തു. ഇത്രയും ഒരുക്കങ്ങൾ എങ്ങനെ ചെയ്തു? ഒരാളെ പോലും മിസ്സാവാതെ എങ്ങനെ ഇത്ര ആൾക്കാരെ ക്ഷണിച്ചു? സദ്യക്ക് വേണ്ട ഒരുക്കങ്ങളും പന്തൽ പണികളും എങ്ങനെ ഇത്ര ഭംഗിയായി ഒരുക്കാൻ കഴിഞ്ഞു? ഒരു തിങ്കളാഴ്ച പെണ്ണന്വേഷിച്ച് വരിക, പിറ്റേ തിങ്കളാഴ്ച യാതൊരു മുന്നൊരുക്കങ്ങളും ഇല്ലാതെ ഗംഭീരമായ ഒരു കല്യാണം നടത്തുക. ഒരു മനുഷ്യനെ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്നതാണോ ഈ കാര്യങ്ങളൊക്കെ? അത് സ്വാമിയുടെ ഒരു വലിയ അത്ഭുത ലീലയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ആഴ്ച കാണാൻ വന്ന ആളുടെ മുഖം പോലും ഞാൻ ശരിക്കും കണ്ടിട്ടില്ല. പിന്നെ മാലയിടുമ്പോൾ മെല്ലെ ആ മുഖത്തേക്ക് ഞാൻ ഒളിഞ്ഞു നോക്കി. ഈ ലോകത്തിൽ ഇതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെടാവുന്ന ഒരാൾ വേറെ ഇല്ല എന്ന് തോന്നുന്ന വിധത്തിലായിരുന്നു. അദ്ദേഹത്തിന് ഒരാഴ്ച കൂടി ലീവ് ഉണ്ടായിരുന്നു. എന്റെ ലീവ് കഴിഞ്ഞതിനാൽ ഞാൻ ഒരാഴ്ചത്തേക്ക് ലീവിന് അപേക്ഷിച്ചു. ധർമ്മപുരിയിലെ പോസ്റ്റ് മാസ്റ്റർക്ക് കത്തെഴുതി ദൈവാനുഗ്രഹത്താൽ എന്റെ കല്യാണം ഭംഗിയായി കഴിഞ്ഞുവെന്നും അടുത്ത ആഴ്ച ഞങ്ങൾ രണ്ടുപേരും അവിടേക്ക് വരുന്നുണ്ടെന്നും ഞാൻ എഴുതി. പറഞ്ഞ പോലെ അടുത്ത ആഴ്ച ഞാനും എന്റെ ഭർത്താവും അദ്ദേഹത്തിന്റെ അമ്മയും ഏറ്റവും ഇളയ അനിയനും കൂടി ധർമ്മപുരിയിലെത്തി. തീരെ പ്രതീക്ഷിക്കാതെ സ്വാമിയുടെ അവിടുത്തെ ലീല അതിനേക്കാൾ വലുതായിരുന്നു. പഴയ പോസ്റ്റ് മാസ്റ്റർ പോലെ തന്നെ എന്നോട് അതിരറ്റ വാത്സല്യം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ പോസ്റ്റ് മാസ്റ്റർ. ഓഫീസിൽ എല്ലാവർക്കും എന്റെ വക ഗംഭീരമായ ഒരു സ്വീകരണം ഏർപ്പാട് ചെയ്തിരുന്നു. 10-60 സ്റ്റാഫ് ഉണ്ടായിരുന്ന അതൊരു ഹെഡ് പോസ്റ്റ് ഓഫീസ് ആയിരുന്നു. എല്ലാവർക്കും ഇത്ര പെട്ടെന്ന് എന്റെ കല്യാണം കഴിഞ്ഞതിൽ വലിയ അത്ഭുതമുണ്ടായി. എന്റെ ഫ്രണ്ട്സിനെയും വിളിച്ച് എല്ലാവർക്കും കൂടി നടത്തിയ ആ ടീ പാർട്ടിയുടെ ചിലവ് മാത്രം സ്വകാര്യമായി ഞാൻ പോസ്റ്റ് മാസ്റ്റർക്ക് നൽകി. മാത്രമല്ല എന്നെ വീണ്ടും ഞെട്ടിച്ചത് മറ്റൊന്നായിരുന്നു. ഞാൻ താമസിച്ച വീട്ടിലെ കൂട്ടുകാരികളെ മറ്റൊരു വീട് കണ്ടുപിടിച്ച് അവിടേക്ക് മാറ്റി എന്റെ വീട് എനിക്ക് മാത്രമായി ഒഴിച്ചിട്ടിരിക്കുന്നു. എന്റെ ഭർത്താവിനൊപ്പം ആ വീട്ടിൽ എനിക്ക് താമസിക്കാം. പരമകാരുണികനായ ഭഗവാൻ അല്ലാതെ മറ്റാർക്കാണ് ഇതെല്ലാം ചെയ്യാൻ കഴിയുക? ഇത്രയും കരുണയ്ക്ക് ഞാൻ അർഹയാണോ? എല്ലാറ്റിന്റെയും മുന്നൊരുക്കക്കാരനായ ആ പരമപിതാവിന്റെ പാതാരവിന്ദങ്ങളിൽ അനേകായിരം കോടി നമസ്കാരങ്ങളോടെ സായിരാം. സമയം കഴിഞ്ഞു സായിരാം. ഒന്നും കൂടി വായിക്കട്ടെ, ഒരത്ഭുതം കൂടി വായിക്കട്ടെ. സായിരാം. 28 മിനിറ്റ് ആയി. സായിരാം. നല്ല അനുഭവങ്ങളായിരുന്നു. എന്തായാലും വളരെ മനോഹരം. സായിരാം. താങ്ക് യു സോ മച്ച്. സായിരാം. చుక్కలన్నీయు బ్రహ్మ, ఒక బ్రహ్మ. Sun is God. చంద్రుడన్నను బ్రహ్మ. So also the moon. జలము బ్రహ్మ. Water is God. స్వర్గమన్నను బ్రహ్మ. The heaven is divine. వైకుంఠమది బ్రహ్మ. The paradise. తల్లియు బ్రహ్మయే, తండ్రి బ్రహ్మ. Mother is God. Father is God. భాగ్యంబది బ్రహ్మ. The wealth. వాలక్ష్యమది బ్రహ్మ. The liberation. జీవించుటది బ్రహ్మ, జీవి బ్రహ్మ. The very life and the individual. పుట్టించునది బ్రహ్మ. The cause for our birth. పోషించునది బ్రహ్మ. The sustainer. గిట్టించునది బ్రహ్మ. For inhalation. గృహిణి బ్రహ్మ. The wife. కాలమంతయు బ్రహ్మ. The కాయంబు బ్రహ్మ. The body. ప్రకృతి అంతయు బ్రహ్మ, మన ప్రేమ బ్రహ్మ. The nature is God. The love is God. సర్వమును బ్రహ్మ. Everything is మరియు divine.
ఈ సభయు బ్రహ్మ And this assembly is divine. సత్యమును తెలుపునట్టి ఈ సాయి బ్రహ్మ. Sai who speaks truth here is Brahma. ఇంతకంటను వేరెత్తి ఎరుగపరతు What more is to be expressed? సాధు సద్గుణగణ్యులవు సభ్యులారా, సాధు సద్గుణగణ్యులవు సభ్యులారా. The members of this assembly who are pious and noble, what more is to be communicated to you? പത്മിനി ഭജന പാടിക്കോളൂ കേട്ടോ. സായിരാം. സായിരാം. ശ്രീരാം ജയ രാം ജയ ജയ രാം ജാനകി ജീവന രാം. ശ്രീരാം ജയ രാം ജയ ജയ രാം ജാനകി ജീവന രാം. പതിത പാവന രാമ ഹരേ ജയ രാഘവ സുന്ദര രാം. ദീനോദ്ധരണ രാമ ഹരേ ജയ മാരുതി സേവിത രാം. ദീനോദ്ധരണ രാമ ഹരേ ജയ മാരുതി സേവിത രാം. ജയ ജയ രാം ജയ രഘുരാം ജാനകി ജീവന രാം. ജയ ജയ രാം ജയ രഘുരാം ജാനകി ജീവന രാം. ശ്രീരാം ജയ രാം ജയ ജയ രാം ജാനകി ജീവന രാം. പതിത പാവന രാമ ഹരേ ജയ രാഘവ സുന്ദര രാം. ദീനോദ്ധരണ രാമ ഹരേ ജയ മാരുതി സേവിത രാം. ജയ ജയ രാം ജയ രഘുരാം ജാനകി ജീവന രാം. ജയ ജയ രാം ജയ രഘുരാം ജാനകി ജീവന രാം. ശ്രീരാം ജയ രാം ജയ ജയ രാം ജാനകി ജീവന രാം. സായിരാം. 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 അനുഭവങ്ങളും വായിച്ചതും ഭജനയും എല്ലാം വളരെ നന്നായി. താങ്ക് യു സോ മച്ച് പത്മിനി. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സായിരാം. സായിരാം. എല്ലാവർക്കും സായി ഉപമ. ധനം സമ്പാദിക്കുന്നതിനായി മനുഷ്യൻ എല്ലാ ശ്രമങ്ങളും ചെയ്യുന്നു. അതുപോലെയുള്ള പരിശ്രമം പ്രേമമാകുന്ന ധനം ആർജിക്കുന്നതിനും ആവശ്യമാണ്. ഇന്ന് മനുഷ്യൻ പ്രേമധനത്തെ പരിതാപകരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അവർ അവരുടെ പ്രേമധനമെല്ലാം നിക്ഷേപിക്കേണ്ടത് ഈശ്വരഭക്തിയാകുന്ന ബാങ്കിലാണ്. ഈ നിക്ഷേപം സുരക്ഷിതമായിരിക്കുമെന്ന് മാത്രമല്ല, ആനന്ദം എന്ന ആദായം നൽകിക്കൊണ്ടിരിക്കുന്നു. ഈശ്വരനോടുള്ള പ്രേമം നിക്ഷേപിക്കേണ്ട ബാങ്ക് നിങ്ങളുടെ ഹൃദയമാണ്. വേറെ എവിടെ നിക്ഷേപിച്ചാലും അത് സുരക്ഷിതമായിരിക്കേയില്ല. ധനനിക്ഷേപം നഷ്ടപ്പെടുവാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിലെ നിക്ഷേപം നഷ്ടപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്യില്ല. ഹൃദയത്തിന് വാതിലോ പൂട്ടോ ഒന്നുമില്ലെങ്കിലും അത് പൂർണ്ണമായും സുരക്ഷിതമാണ്. ഈ പ്രേമത്തെയാണ് അമൃതസ്വരൂപം എന്ന് വിശേഷിപ്പിക്കുന്നത്. തേനിന് എത്ര മധുരമുണ്ടോ അതുപോലെ തന്നെ ദിവ്യപ്രേമം നിത്യമായ ആനന്ദമാകുന്ന മാധുര്യമേറിയ തേനാണ്. ഈ അമൃത നിശ്ചന്തിയായ പ്രേമം എല്ലാവരും നേടേണ്ടതാണ്.
ജയ സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ജയ് സായിരാം. എല്ലാവർക്കും സായിരാം. 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 സായിരാം.